140 കോടി ജനങ്ങളെ കബളിപ്പിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ കയ്യിൽ നിന്നും പണം വാങ്ങിച്ചോ എന്ന വലിയ ചോദ്യം രാഹുൽ ഗാന്ധി ചോദിച്ചു. അതിന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ കൊടുത്ത മറുപടി, ആരുടെയും ഏജന്റ് അല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്, അതിനെ ഒന്നിന്റെ തൊഴുത്തിലും കിട്ടാൻ കഴിയില്ല, ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ മാത്രമാണ് പറഞ്ഞത്. തെളിവുകൾ സമർപ്പിക്കാൻ അവർ തയ്യാറല്ല. രാഹുൽ ഗാന്ധി ഇത്ര മാത്രമേ ചോദിച്ചുള്ളൂ. ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സകലമാന കണക്കുകളും പുറത്തുവിടണം. ബൂത്ത് തലത്തിൽ വരെയുള്ള കണക്കുകൾ പുറത്തുവിടണം. അപ്പോൾ മാത്രമേ തെരഞ്ഞെടുപ്പിൽ നടന്ന കൃത്രിമത്വം എത്രത്തോളം ഭയാനകമാണ് എന്നത് ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്ക് ജനസമക്ഷം അവതരിപ്പിക്കാൻ കഴിയുകയുള്ളൂ. മഹാരാഷ്ട്രയിലെ 115ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ വൻ രീതിയിലുള്ള ക്രമക്കേട് നടന്നതിന്റെ തെളിവുകൾ ഞങ്ങളുടെ പക്കൽ പ്രാഥമിക വിവരക്കണക്കുകൾ ഉണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ അത് കാണാനില്ല. ഇതെന്ത് രീതിയാണ്? ഓരോ റൗണ്ട് എണ്ണിക്കഴിയുമ്പോഴുള്ള ലീഡും അവിടെ കിട്ടിയ വോട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ടേബിളുകളിൽ കൃത്യമായി അത് ടാബുലാർ കോളം വരച്ച് രേഖപ്പെടുത്തേണ്ടതാണ്. അതൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. അതിനർത്ഥം വലിയ ചതി നടന്നിരിക്കുന്നു, ഒത്തുകളി നടന്നിരിക്കുന്നു. സുപ്രീം കോടതി അതുകൊണ്ടാണ് ഇപ്പോൾ ആ പാനലിൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്ന പാനലിൽ അദ്ദേഹം കൂടി വേണം എന്ന് ശാഠ്യം പിടിക്കുന്നത്. അഴിമതിയിലേക്ക് മുങ്ങിത്താഴുകയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന സ്ഥാപനം? അത് ജനങ്ങളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. ജനങ്ങൾ കൊടുക്കുന്ന വോട്ട് അനുസരിച്ചല്ലയോ എന്ന വലിയ ചോദ്യം ബാക്കി നിൽക്കുന്നു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഹുൽ ഗാന്ധി പറഞ്ഞ മറ്റൊരു പരാതി കൂടിയുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പും ക്രമക്കേടുകൾ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ചൂണ്ടിക്കാണിച്ചു. എന്നാൽ ഒരു നടപടി എടുക്കാനും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാനലിൽ ഉള്ളവരോ ശ്രമിക്കുന്നില്ല. അതിനർത്ഥം എന്താണ്? ഇതിനകത്ത് സംഘടിത താല്പര്യം കൃത്യമായി ഉണ്ട്. BJPയുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി മാത്രമാണോ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒരു കളിപ്പാവിയാക്കി വെച്ചിരിക്കുന്നതെന്ന ചോദ്യം രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും ആരായുമ്പോൾ അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ കൃത്യമായും രാജീവ് കുമാറിനോ BJP നേതൃത്വത്തിനോ കഴിയുന്നില്ല. പരസ്പരം കൊടുക്കൽ ധാരണ അതുതന്നെയാണ് ഇവിടെ നടന്നത് എന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു. ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ, മഹാരാഷ്ട്രയിൽ തൂത്തുപാരുമ്പോൾ ജാർഖണ്ഡിൽ ശ്രദ്ധിക്കേണ്ട, അതങ്ങ് നോർമലായി പോകട്ടെ എന്നതായിരുന്നു അവിടെ കൽപ്പിക്കപ്പെട്ടത്. അതിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒടിഞ്ഞ മറുപടി പറഞ്ഞത് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. നിങ്ങൾക്ക് ജാർഖണ്ഡിൽ വിജയിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയിക്കണ്ടേ എന്ന്. സംശയം ഉദിക്കുന്നത് എപ്പോഴാണ്? ക്രമക്കേടുകൾ നടക്കുന്നു എന്ന് ഉത്തമ ബോധ്യമുള്ളപ്പോഴാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഗ്രൗണ്ട് റിപ്പോർട്ട് പ്രകാരം മഹാവികാസ് അക്കാദി സഖ്യം 160ഓളം മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തെത്തി. അത് പെട്ടെന്ന് എങ്ങനെ 50 മണ്ഡലങ്ങളിലേക്ക് ചുരുങ്ങും? അസാധ്യം എന്ന് തന്നെ വ്യക്തം. അവിടെയാണ് ഈ കള്ളക്കളികൾ പുറത്തു വന്നിരിക്കുന്നത്. ആ കാര്യങ്ങളെ കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പറയാൻ കഴിയില്ല. ആ ഫയലുകൾ, ആ തെളിവുകളെല്ലാം മുക്കിയിരിക്കുന്നു എന്ന കോൺഗ്രസിന്റെ ആരോപണം. ജയറാം രമേശ് അടക്കമുള്ളവർ നിയമ പോരാട്ടത്തിൽ ഇറങ്ങുമ്പോൾ ഈ രാജ്യത്ത് ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന ഒരു പാർട്ടി, ഈ രാജ്യം ഭരിച്ചുകൊണ്ട് തന്നെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന പാർട്ടിക്ക് വേണ്ടി കുഴലൂതുന്നു രാജീവ് കുമാർ എന്ന് സ്ഥാപിച്ചെടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നുണ്ടെങ്കിൽ രാജീവ് കുമാർ ജയിലഴിക്കുള്ളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന കൃത്യമായ മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ വീക്ഷണം ശരിവെക്കേണ്ടി വരും.